ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാനിത് എവിടെ പോകുന്നതെന്ന്. ഷോർട്ട് കണ്ടവർക്കറിയാം. ഞാൻ പരാഗിൽ മിലുവിന് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ ഡ്രസ്സിൻ്റെ പർച്ചേസിന് പോവുകയാണ് കേട്ടോ. ഈ കാണിച്ച ബ്രേസ്ലെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 270 റുപ്പീസിന് എന്തോ പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാനത് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, പരാഗിനെ പറ്റി ഏകദേശം ഒരു ഐഡിയയും അവിടുത്തെ കളക്ഷൻ എന്താണെന്നും അവരെന്താണ് സ്പെഷ്യലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു ഏകദേശ രൂപം കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത് ഊബർ വന്ന് പോകുന്ന വഴിക്ക് മിലുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു കാൽക്കുലേഷനും ഇല്ലാത്ത കൊണ്ട് ഊബറിൽ ഇരുന്ന് തന്നെ പിൻട്രസ്റ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്ത് കുറച്ച് മോഡലൊക്കെ എടുത്ത്. ഇതിൽ ശ്രദ്ധിക്കപ്പെട്ട മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം എല്ലാവരും സ്കേർട്ട് വൈറ്റാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. ഷെയ്ഡ് മിക്കതും വന്നേക്കുന്നത് ബ്ലൗസിനാണ് കേട്ടോ. അപ്പോൾ ഈ മോഡലാണ് ഞാൻ അവസാനം വന്നെത്തിയത്. അങ്ങനെ ഞാൻ തയ്ക്കുന്ന ചേച്ചിയെ വിളിച്ച് നോക്കിയപ്പം ചേച്ചി എനിക്ക് തുണിക്ക് വേണ്ടിയിട്ടുള്ള അളവും എല്ലാം പറഞ്ഞു തന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ പരാഗിലേക്ക് എത്തി. എവിടെയാണെന്ന് വെച്ചാൽ ഓവർ ബ്രിഡ്ജിലുള്ള ട്രിവാൻഡ്രം ഓവർ ബ്രിഡ്ജിലുള്ള പരാഗിലാണ്. ചെന്ന ഉടനെ അവരെന്നെ 3ാമത്തെ നിലയിലേക്ക് കയറ്റി വിട്ടു. ലിഫ്റ്റ് തുറന്നിറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഇത്രയും ബ്രൊക്കേഡിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഒരു വലിയ ഷെൽഫ് നിറയെ വൈറ്റ് എന്നല്ല, ഓഫ് വൈറ്റിലും വീണ്ടും ഷെയ്ഡുകൾ മാറ്റമുള്ള ഒത്തിരി ബ്രൊക്കേഡിൻ്റെ കളക്ഷൻ. അപ്പം അതിൽ നമുക്ക് ഡയബിൾ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഡയബിളാണ്. നമുക്ക് അവർ ഡൈ ചെയ്ത് തരത്തില്ല. നമുക്ക് ഡൈ ചെയ്യാറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൈ ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ആദ്യമേ എൻ്റെ മനസ്സിലാഗ്രഹം ഇതുപോലെ വരെയുള്ളൊരു പാവാടയുടെ മെറ്റീരിയൽ എടുക്കാനാണ്. പറഞ്ഞ പോലെ മനസ്സിൽ കണ്ടതുപോലെ ആദ്യം തന്നെ അത് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആദ്യം ഇട്ട ഡ്രസ്സ് എനിക്ക് മെറ്റീരിയൽ നല്ല ഇഷ്ടമായി. എന്നാലും ഞാൻ അതിനൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് നോക്കി. അപ്പോൾ എനിക്ക് ആദ്യം എടുത്തത് എന്നെ നല്ല ഇഷ്ടമായി. മാത്രമല്ല അതിൻ്റെ MRP വന്നിട്ട് മീറ്ററിന് 180 രൂപ മാത്രമേ ഉള്ളൂ. അതിലിനി ലെഫ്റ്റ് ഓവറായിട്ട് 3 മീറ്റർ തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വേറെ കുറച്ച് മെറ്റീരിയലൊക്കെ ഞാൻ എടുത്തിട്ട് നോക്കി. എല്ലാം 300 രൂപയ്ക്ക് താഴെയാണ് കേട്ടോ ഓരോ മെറ്റീരിയലും വരുന്നത്. ഇത് വന്നിട്ട് 240 രൂപയാണ് കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ വില. 240, 260, 280, 300 രൂപയ്ക്ക് അകത്താണ് എല്ലാ മെറ്റീരിയലും വില വരുന്നത് കേട്ടോ. വൻ ശേഖരമാണ്. നല്ല കളക്ഷൻസാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രിൻറ്റും അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ. അപ്പം പാവാടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കണ്ട സ്ട്രൈപ്സ് ഉള്ള മെറ്റീരിയൽ തന്നെ ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള അധികം സമയമെടുത്ത് സെലക്ട് ചെയ്യേണ്ടി വന്നില്ല. എല്ലാം പടപടാ ചെയ്യാൻ പറ്റി. കാരണം കളക്ഷനൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. പക്ഷേ ബ്ലൗസിൻ്റെ കളക്ഷൻ എത്തിയപ്പോഴാണ് ഞാൻ ഒന്ന് പതറിയത്. എങ്ങോട്ട് നോക്കിയാലും എല്ലാം നല്ല രസമുണ്ട്. എല്ലാം എടുത്ത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് വൈറ്റ് സ്കേർട്ട് ആയതുകൊണ്ട് എല്ലാ കളറും അതിനകത്ത് ന്യൂട്രലായി പോവും. പിന്നെ എന്തെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പണ്ടേ ഉള്ളൊരു കുഴപ്പമാണ്, ഞാൻ എത്രയൊക്കെ നല്ല കളർ കണ്ടാലും ഞാൻ അവസാനം ബ്ലാക്കിൽ വന്ന് നിൽക്കും. അതെൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വീണ്ടും എനിക്കത് സംഭവിച്ചു. ഞാൻ മിലുവിന് വേണ്ടി വീണ്ടും ബ്ലാക്കിൽ തന്നെ വന്ന് അവസാനിച്ചു. മിലുവിന് മാത്രമല്ല, എനിക്കും ഇതിൽ ബ്ലൗസ് തയ്ക്കണമെന്ന് പ്ലാനുണ്ട്. ഞാനും മിലും സെയിം ബ്ലൗസ് തയ്ക്കാനുള്ള പ്ലാനിലാണ്. അതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതിൽ സ്കേർട്ടും പാവാടയും ഉടുപ്പും തച്ചാലോ എന്ന് ഞാൻ പ്ലാൻ ഇട്ട്. അതായത് ആ വീതിയുള്ള ബോർഡറുള്ള മെറ്റീരിയൽ. പക്ഷേ അത്രത്തോളം വീതിയുള്ള ബോർഡർ എത്രത്തോളം എറിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പിൻട്രസ്റ്റിൽ കയറി നോക്കിയപ്പം പിന്നെയാണ് ഞാൻ കാണുന്നത് ആ സെയിം മെറ്റീരിയൽ തച്ചിട്ടേക്കുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ ഈ കറുത്ത മെറ്റീരിയലിൽ നിന്ന് മുറിച്ച് വാങ്ങി. അത് 240 രൂപയാണ് ആ മെറ്റീരിയലിൻ്റെ വില കേട്ടോ. 240 താഴെയും മെറ്റീരിയൽസിന് വിലയുണ്ട് കേട്ടോ. അതായത് 70, 60 രൂപയ്ക്കൊക്കെ മെറ്റീരിയൽസ് അവിടെ ഉണ്ട്. പിന്നെ അതൊന്നും ഞാൻ നോക്കാൻ നിന്നില്ല. കാരണം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. ഒത്തിരി പേര് വന്ന് ബൾക്കായിട്ടൊക്കെ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് മിലുവിനും ബ്ലൗസിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ മുറിച്ച് മേടിച്ച്. എനിക്കും തയ്ക്കണം, മിലുവിനും തയ്ക്കണം. ചേച്ചി 2 മീറ്ററൊന്നും വേണ്ടാന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു ടെൻഷൻ്റെ പുറത്ത് 2.5 മീറ്റർ എടുത്തു. അഥവാ തികഞ്ഞില്ലെങ്കിലോ, എനിക്ക് ഇത്രത്തോളം നീളവും വീതിയൊക്കെ കിടക്കുകയല്ലേ. ഓൾസോ ഈ ബ്ലാക്കിൻ്റെ തന്നെ ആ ചെറിയ പ്രിൻറ്റിൽ കുറച്ചുകൂടെ സൈസ് കുറവുള്ള വേറൊരു മെറ്റീരിയൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയപ്പം എനിക്ക് വലിയ പ്രിൻ്റാണ് ഇഷ്ടപ്പെട്ടത്. അതിന് ശേഷം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണിൽ കണ്ട ഓറഞ്ച് പെട്ടത്. അതങ്ങനെയാണ്. തുണി എടുക്കാനുള്ള മെറ്റീരിയൽ മുറിച്ച് കഴിയുമ്പോൾ
ചെയ്യുമ്പോഴാണ് എനിക്ക് കാഴ്ചശക്തി വീണ്ടെടുക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ ആ ഓറഞ്ച് കണ്ടത്. പക്ഷേ ഓറഞ്ച് പിന്നെ എടുത്താൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് മുറിച്ച് മേടിച്ച് രണ്ടാമത്തെ നിലയിൽ വന്നപ്പം ഇവിടെ ആണെങ്കിൽ സ്റ്റോണായിട്ടുള്ള പാർട്ടി വെയറിൻ്റെ മാരക കളക്ഷൻ. അത് മാത്രമല്ല, രണ്ടാമത്തെ ഫ്ലോർ എത്തിയപ്പം എനിക്ക് കുറച്ചുകൂടെ വിഷമായി. ഇവിടെ വീണ്ടും വേറെ അധികം കളക്ഷനുണ്ട്. കണ്ടോ, ഇതാ ഇരിക്കുന്ന ബ്രൊക്കേഡ് പോലെ തോന്നിക്കുന്ന റയോണും ഷിഫോണും ജോർജറ്റിലൊക്കെ ഉള്ള മെറ്റീരിയൽ കണ്ടപ്പം എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ അതും എടുത്തു വെച്ച് തലങ്ങും വിലങ്ങും ഒക്കെ നോക്കിയിട്ട് നടന്ന് താഴോട്ട് ഇറങ്ങാൻ പോയപ്പം ഇവർ ഷോളിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്നത്. ഇതവർ ലെഫ്റ്റ് ഓവർ വന്നതിന് മുറിച്ചിട്ടേക്കുന്നതാണ്. പക്ഷേ എക്സാക്റ്റ് ഷോള് പോലെ സൈഡൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡൊക്കെ അവർ ബോർഡറൊക്കെ ചെയ്ത് വരുന്ന മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പം ഒരു ഡിഫറെൻ്റ് അനുഭവം തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സ്റ്റിച്ചിങ് അതായത് ക്ലോത്തിങ്ങിൽ ഇത്രത്തോളം നമുക്ക് വാങ്ങിക്കാൻ കഴിയും, ഇത്രത്തോളം പെർഫെക്ഷനോടും ഇത്രത്തോളം കളക്ഷനോടും കൂടി സാധനം വാങ്ങിക്കാൻ കഴിയും എന്നുള്ളൊരു ബോധം ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടായ. ഇങ്ങനെ നേരത്തെ ഇതുപോലെ ഒരു കടയിൽ കയറി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ ഇത് കയറിയപ്പോൾ എനിക്ക് മഹാത്ഭുതം പോലെയാണ് തോന്നിയത് കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസസ് എന്ന് പറഞ്ഞാൽ ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണല്ലോ. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത മോഡലിന് ഇതുപോലെയായിരുന്നു കേട്ടോ അതിനകത്തുള്ള ലേസ് വരുന്നത്. അത് കാണിച്ചു കൊടുത്തപ്പം ആദ്യം പുള്ളിക്കാരൻ ഇതാണ് എടുത്ത് എനിക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ വൈറ്റ് വേണ്ട, എനിക്കൊരു ഗോൾഡൻ ഷെയ്ഡാണ് വേണ്ടിയെന്ന് പറഞ്ഞപ്പം രണ്ടാമത് അവർക്ക് എല്ലാം അറിയാം, അവർക്ക് എടുത്തെടുത്തുള്ള ശീലമാണെന്ന് തോന്നുന്നു. അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേ അതെന്താ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഇത്രമാത്രം ലേസിൻ്റെ കളക്ഷൻ ഉണ്ടെന്നോ പെട്ടെന്നൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഷൈ ആണ്, അതുകൊണ്ടാണ് എനിക്ക് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. കാരണം ഈ നടന്ന് വീഡിയോ എടുക്കുന്നതും അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അവർ വേറൊരു മോഡൽ എടുത്തിട്ട്, പക്ഷേ അതിന് കുറച്ച് ഇറക്കം കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള മോഡൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ഞാൻ എങ്ങനെയാണ് അവർക്ക് ഫോട്ടോയിൽ കാണിച്ചു കൊടുത്തത് ആ സെയിം സാധനം അവരെനിക്ക് എടുത്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 130 രൂപയാണ്. എനിക്ക് 1 മീറ്ററിൻ്റെ ആവശ്യമില്ല, മീറ്ററിനാണ് കേട്ടോ 130 രൂപ. എനിക്ക് വെറും 1/4 മീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. കാരണം മിലുവിൻ്റെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ താഴെയായിട്ട് ഒരു ലീഫി ഡിസൈൻ പോലെയുണ്ട്. അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോഡൽ കാണിച്ചപ്പം 1/4 മീറ്ററിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ 1/4 മീറ്റർ മാത്രം മുറിച്ച് മേടിച്ച്. പിന്നെയാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായത്. എൻ്റെ ബ്ലൗസിൻ്റെ കയ്യിലൂടെ വാങ്ങാമായിരുന്നു, പക്ഷേ അതപ്പം എനിക്ക് തോന്നിയില്ല. അങ്ങനെ പിന്നെ അവിടെ ഡിസ്പ്ലേയിൽ ഞാൻ വേറൊന്നും എടുത്തിടിയിപ്പിച്ചില്ല. ഡിസ്പ്ലേയിലിരുന്ന കുറച്ച് ഡിസൈൻസൊക്കെ നോക്കി, എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ വേറൊരു സംഭവമാണ് കേട്ടോ ഈ താഴത്തെ ഫ്ലോറിലുള്ള ഈ ഇരിക്കുന്ന മൊത്തം കോട്ടനും മിക്സഡ് കോട്ടൻ്റെയൊക്കെ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ടോപ്പ് തയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയിലി വെയറിന് പറ്റിയ സാധനങ്ങൾ, നല്ല കംഫർട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ക്ലോത്തും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷനും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 2 പീസ് 3 പീസ് സെറ്റ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മീറ്റർ റേഞ്ചിൽ മുറിച്ച് മേടിക്കാൻ പറ്റും. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതായി കാണുന്നില്ലേ, ഇത് ഷോള്, പാൻറ്റ്, ടോപ്പ്, ഇതിൻ്റെ 3ൻ്റെയും മെറ്റീരിയലാണ്. അതായത് നമുക്ക് ആവശ്യാനുസരണം മുറിച്ച് മേടിക്കാൻ പറ്റും. ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ 3 പീസ് സെറ്റിൻ്റെ ആയാലും 2 പീസ് സെറ്റിൻ്റെ ആയാലും ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ എന്നെപ്പോലെ ഹൈറ്റുള്ളവരായാലും കുറച്ച് വണ്ണമുള്ളവരായാലും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ 3 പീസും 2 പീസൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന ആമസോണും ഫേസ്ബുക്കും വഴിയാണല്ലേ. അതിലൊക്കെ വരുന്ന സാധനമായാലും നമുക്ക് പാൻസിന് നീളം കിട്ടാതെ ആവും, അല്ലെങ്കിൽ വണ്ണം തികയാതെ ആവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ യൂണിവേഴ്സൽ സൈസ് തികയാതെ വരുന്നവർക്കും ഇനി കോട്ടൻ്റെ ഇതുപോലെ 3 പീസ് മെറ്റീരിയലൊക്കെ ആവശ്യാനുസരണം തച്ചിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ ബഡ്ജറ്റിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ദിവസം അക്കൂനെയും കൂട്ടി വരികയാണെങ്കിൽ കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ മിലുവിൻ്റെ ഡ്രസ്സ് തച്ച് കിട്ടിയ ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസൈൻ പോലെ തന്നെ ചേച്ചി തച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്യാനുള്ള മൂടുള്ളത് കൊണ്ട് അതിൽ കയ്യിലിരുന്ന കുറച്ച് ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ കയ്യിൽ കയ്യിൽ പഫായിട്ട് വെച്ചിരുന്നതിന് ഒന്ന് സ്ട്രൈറ്റ്നർ വെച്ചൊന്ന്
അയൺ ചെയ്ത് കൊടുത്തു. പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആക്രാന്തത്തിൽ നെക്കിൽ കുറച്ച് സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റോൺ വെച്ച് ഡിസൈൻ ചെയ്തു. ഒരു സമയത്ത് എനിക്കിങ്ങനെ ആർട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ഇതുപോലെ കുറച്ച് കല്ലും ഗ്ലൂ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സാധനം വെച്ചാണ് നെക്കിലും അതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ലുക്ക്. എനിവേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എനിവേ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.